ആരെയും പേടിയില്ലാത്ത, ആരെയും കൂസാത്ത ഭരണാധികാരി എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയപ്പെടുന്നത്. യുക്രൈനിൽ കടന്നു കയറി യുദ്ധം ആരംഭിച്ചതിൻ്റെ പേരിൽ അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളുടെ ഉപരോധത്തിനും ബഹിഷ്കരണത്തിനുമൊന്നും പുടിനെ കുലുക്കാനായിട്ടില്ല. എന്നാൽ 2 വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധം പുടിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു എന്നത് വസ്തുതയാണ്. അപ്രതീക്ഷിതമായ ചെറുത്തുനിൽപ്പാണ് യുക്രൈൻ നടത്തിയത്. ഇപ്പോൾ യുക്രൈൻ തന്ത്രം മാറ്റാനൊരുങ്ങുകയാണെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. തങ്ങളുടെ ആവനാഴിയിലെ ബ്രഹ്മാസ്ത്രമായ സ്റ്റോം ഷാഡോ എന്ന ദീർഘദൂര ക്രൂസ് മിസൈലുകളാണ് റഷ്യക്കെതിരെ യുക്രൈൻ പ്രയോഗിക്കാനൊരുങ്ങുന്നത്. നാറ്റോയിലെ പ്രധാന അംഗരാജ്യമായ UK സ്റ്റോം ഷാഡോ ഉപയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകി കഴിഞ്ഞു. റഷ്യയുടെ ഉൾപ്രദേശങ്ങളെയാണ് യുക്രൈൻ ലക്ഷ്യമിടാനൊരുങ്ങുന്നതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. സ്വന്തം രാജ്യത്ത് റഷ്യൻ സൈന്യം അധിനിവേശം നടത്തിയ ഇടങ്ങളിൽ മാത്രമാണ് ഇതുവരെ യുക്രൈൻ സ്റ്റോം ഷാഡോ ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരുന്നത്. നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള യുക്രൈൻ്റെ നീക്കങ്ങളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതോടെ മുന്നറിയിപ്പുമായി നേരത്തെ റഷ്യ രംഗത്തെത്തിയിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ യുദ്ധം വഷളാക്കുന്ന സാഹചര്യത്തിൽ ആണവായുധം ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള തങ്ങളുടെ നിലപാട് പുനഃപരിശോധിക്കേണ്ടി വരുമെന്നാണ് റഷ്യ പറഞ്ഞത്. റഷ്യ യുക്രൈൻ യുദ്ധം രൂക്ഷമാകുന്നതിനിടെയാണ് പുതിയ സാഹചര്യങ്ങൾ രൂപപ്പെട്ടത്. യുക്രൈന് നേരെ റഷ്യ മിസൈൽ ആക്രമണം കടുപ്പിച്ചപ്പോൾ ഡ്രോൺ ആക്രമണത്തിലൂടെയാണ് അവർ അതിന് മറുപടി നൽകിയത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യയ്ക്കുള്ളിൽ ആക്രമണം നടത്തരുതെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നതിനാലാണ് യുക്രൈൻ ഡ്രോണുകൾ മാത്രം ഉപയോഗിച്ച് പ്രത്യാക്രമണം നടത്തിയത്. സ്റ്റോം ഷാഡോ ഉപയോഗിക്കാൻ UK അനുമതി നൽകിയതോടെ ഇനി എന്താകുമെന്ന ആശങ്കയും വർദ്ധിച്ചിരിക്കുന്നു. കാരണം റഡാറുകളുടെ കണ്ണിൽ അത്ര പെട്ടെന്നൊന്നും പെടാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ കഴിയുന്ന ദീർഘദൂര ക്രൂസ് മിസൈലാണ് സ്റ്റോം ഷാഡോ. ആകാശത്ത് നിന്ന് വിക്ഷേപിക്കാവുന്ന ഈ മിസൈലിൻ്റെ ദൂരപരിധി 500 കിലോമീറ്ററോളമാണ്. UKയും ഫ്രാൻസും സംയുക്തമായാണ് സ്റ്റോം ഷാഡോ വികസിപ്പിച്ചത്. നേരത്തെ തന്നെ യുക്രൈൻ സേനയുടെ ഭാഗമാണ് സ്റ്റോം ഷാഡോ മിസൈലുകൾ. 1994 സ്റ്റോം ഷാഡോ മിസൈലിൻ്റെ പിറവി. ഫ്രഞ്ച് കമ്പനിയായ മാത്രയും ബ്രിട്ടീഷ് എയറോസ്പേസും ചേർന്നാണ് ആദ്യം മിസൈൽ വികസിപ്പിച്ചിരുന്നത്. ഇപ്പോൾ യൂറോപ്യൻ ബഹുരാഷ്ട്ര കമ്പനിയായ MBDA സിസ്റ്റംസ് ആണ് സ്റ്റോം ഷാഡോ നിർമ്മിക്കുന്നത്. മിസൈലിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരാണ് സ്റ്റോം ഷാഡോ. ഫ്രാൻസിൽ ഇത് സ്കാൾപ്പ് EG എന്നാണ് അറിയപ്പെടുന്നത്. 1300 കിലോഗ്രാമോളമാണ് ഒരു സ്റ്റോം ഷാഡോ മിസൈലിൻ്റെ ഭാരം. 450 കിലോഗ്രാം പോർമുന വഹിക്കാൻ ശേഷിയുള്ള മിസൈലിൻ്റെ പരമാവധി വ്യാസം 48 സെൻറ്റിമീറ്ററാണ്. 2003 ഇറാഖ് അധിനിവേശത്തിലാണ് സ്റ്റോം ഷാഡോ മിസൈൽ ആദ്യമായി ഉപയോഗിച്ചത്. 2011 ലിബിയൻ സൈനിക അധിനിവേശം, 2015 2016 ISനെതിരെ ഫ്രാൻസ് സിറിയയിൽ നടത്തിയ ഓപ്പറേഷൻ, 2018 സിറിയയിലെ രാസായുധ ഫാക്ടറി ലക്ഷ്യമാക്കി UK നടത്തിയ ആക്രമണം എന്നിവയാണ് സ്റ്റോം ഷാഡോ മിസൈൽ ഉപയോഗിച്ച പ്രധാന ആക്രമണങ്ങൾ.